Good morning, all. Silent prayer എടുത്തോട്ടാ. Bhima P. Siddiq. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഭീമ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ഫോക്കസ് എങ്ങനെയാ? ഫോക്കസ് ഒരു ഡെഫിനിഷൻ പറഞ്ഞേ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസിന്റെ ഡെഫിനിഷൻ പറ. Ray parallel to the principal axis after reflection will converge to meet a point are called as പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ? കോൺവെക്സ് ലെൻസിലെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടാണ് റേ പോകുന്നതെങ്കിൽ റിഫ്രാക്ഷൻ ശേഷം ആ റേ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, ഇനി ആമിന അഷ്റഫ്. ആമിന അഷ്റഫ് കേൾക്കുന്നുണ്ടോ? ആമിന. അമാന സ്വാലിഹ. കോൺ കേവിലാണെങ്കിൽ എങ്ങനെയായിരിക്കും അമാന? കോൺ കേവിലാണെങ്കിൽ ഷബാന, ആ ഫോക്കസിൽ കിട്ടിയ ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? കോൺവെക്സില് diminished
ആ റിയൽ ഇൻവേർട്ടഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിലെ കോൺകേവ് ലെൻസിൽ കിട്ടിയ ഇമേജിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫോക്കസില് ഇമേജ് കിട്ടിയില്ല. ഫോക്കസിൽ കിട്ടി, റിയൽ കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. റിയൽ ഇമേജ് കിട്ടില്ല എന്നല്ലേ ഉള്ളൂ. വിർച്വൽ കിട്ടിയില്ലോ. വിർച്വല് അപ്പൊ എളുപ്പമായില്ലോ അല്ലെ. വിർച്വല് ഹൈലി ഡിമിനിഷ്ഡ്. ഹൈലി ഡിമിനിഷ്ഡ്. വിർച്വൽ ഇമേജിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. വിർച്വൽ ഇമേജ് ഇൻവേർട്ടഡ് അല്ലേ ഇറക്റ്റ് ആണോ? ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? ഇറക്റ്റ് ഇറക്റ്റ് ഇറക്റ്റ്. ഹാരിസ് സാർ, എന്താ ഹാരിസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇയാൾ ഇത് വിടൂല അല്ലെ. പറഞ്ഞോ. സാർ ഇക്വേഷൻ ആണോ? ഇക്വേഷൻ പറ. നീ ആ ഓഡിയോ ഓഫ് ചെയ്തിട്ട് പാട്ട് പാടിക്കൊണ്ടത് ഞാൻ കേൾക്കുവോ? പറഞ്ഞോ. N1 is equal to N2 by N1. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ആണ് N2/N1 അല്ലേ? ഓക്കെ, ഹാരിസ് എഴുതി പഠിച്ചു കേട്ടോ. അല്ല പറഞ്ഞോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ പറ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ പറ. ബുക്ക് നോക്കിയാ പോയി. N21 equal to N21 is equal to V2 by V1. N21 equal to V2 by V1. V1 by V2. അങ്ങനെയാണോ? എന്നാ ഒന്ന് പറഞ്ഞേ. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? N ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട്. NGW ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട് NGD equal to NDG GD. DG. എന്തെങ്കിലും പറ ബാക്കി. NDG equal to VD by VG. നിഷാന ഒരു റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കും? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഭീമാ നവാസ്, ഒരു റയർ മീഡിയത്തിൽ നിന്ന് ഒരു ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിലോ? ടുവേർഡ്സ് നോർമൽ. എപ്പോഴും ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ഓക്കെ. മുഹമ്മദ് അൻഷിദ്, റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറഞ്ഞോ. അൻഷിദ് പറ, പെട്ടെന്ന് പറ. വോയിസ് ഓൺ ചെയ്ത് പറ. അറിയില്ല എന്ന് പറ, സമയം കളയല്ലേ. നമുക്ക് എത്ര പേരോട് ചോദിക്കാൻ അറിയില്ല. ഓക്കെ. അഫ്നാൻ അബു, what is the relation between speed of light and optical density? Optical density increases, speed of light decreases. Optical density increase ചെയ്താ speed of light ഡിക്രീസ് ചെയ്യും. ഓക്കെ. ഇതൊരു പ്രാർത്ഥന പോലെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കേട്ട് പഠിക്കണം. എന്തൊക്കെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് റിലേഷൻ, റയർ ടു ഡെൻസർ മീഡിയത്തിലേക്കുള്ള ലൈറ്റിന്റെ ബെൻഡിങ് എങ്ങനെയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ നാലാമത് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനിയിപ്പോ അടുത്ത ക്ലാസ് മുതൽ ഒരു പ്രാർത്ഥന കൂടി എക്സ്ട്രാ കയറി വരും. ഏതാണ്? ഈ പ്രാർത്ഥന. അതാണ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ. എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കേസുകളൊക്കെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ. ഇതൊന്ന് വരച്ചെടുത്തോ. ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് ലെൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആക്ടിവിറ്റി ആണ് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് ലെൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇത് വരയ്ക്കുക. നൗറിൻ ഫാത്തിമ, ലെൻസിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? നൗറിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും ലെൻസിന്? രണ്ടെണ്ണം. അപ്പൊ ഞാൻ അവിടെ സി എന്ന് എഴുതിയാൽ നൗറിന് മനസ്സിലാവോ ഏതാ ഉദ്ദേശിക്കുന്നതെന്ന്? C1 എന്ന് കൊടുക്കണം അല്ലെ? C1 എന്ന് കൊടുക്കണം. അതുകൊണ്ട് നൗറിൻ പറഞ്ഞ അനുസരിച്ച് നൗറിന്റെ ഐഡിയ പ്രകാരം ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്? സി മാറ്റിയിട്ട് ഇവിടെ C1 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇത് C1 ആണ്. ഇനി F1 ആൻഡ് C1 അല്ലെ? F1 ആൻഡ് C1 അതുപോലെ അറ്റ് F1. ഇനി ബിറ്റ്വീൻ F1 ആൻഡ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബിറ്റ്വീൻ F1 ആൻഡ് പറഞ്ഞു. ബോർഡ് പോയോ?
വരുന്നില്ല? വെയിറ്റ് ചെയ്യണേ ഒരു മിനിറ്റ്. നിങ്ങൾ ആ കോൺകേവ് മിററിന് വരച്ചില്ലേ, അതേ ടേബിൾ ഒന്ന് വരച്ചു വെച്ചോ അപ്പോഴേക്കും കേട്ടോ. ആ കോൺകേവ് മിററിന് വരച്ച അതേ ടേബിൾ. നമ്മൾ മിററിൽ ചെയ്ത പോലെ 6 കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിൽ എങ്ങനെയാണ് സെന്റർ ഓഫ് കർവേച്ചറിന്റെ പുറകില്, സെന്റർ ഓഫ് കർവേച്ചറിൽ സിയുടെ എഫിന്റെയും ഇടയ്ക്ക്, അതുപോലെ എഫില്, അതുപോലെ എഫിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ. ഈ 6 കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ടേബിൾ വരച്ച് കഴിയുമ്പോൾ ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചേ കേട്ടോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അനീറ്റ് കഴിഞ്ഞാണോ? ആ അഫീം കഴിഞ്ഞു അല്ലേ? ഓക്കെ.
ഫോക്കൽ ലെങ്ത് കറക്റ്റ് ചെയ്തേക്കുന്നല്ലേ? ആർക്കെങ്കിലും ഫോക്കൽ ലെങ്ത് കിട്ടാത്തുണ്ടോ? ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന് ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഓക്കെ ആണ്. സാർ പറഞ്ഞോ. എനിക്ക് 30 സെന്റിമീറ്ററും കഴിഞ്ഞിട്ട് പുറകിലാ കിട്ടിയത് ഇമേജ്. അത് 30 സെന്റിമീറ്റർ വെച്ചപ്പോ 30 സെന്റിമീറ്ററും കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. 40 വെച്ച് നോക്കിയായിരുന്നോ? 40 വെച്ച് നോക്കിയോ? അല്ല, ക്ലിയർ ആയിട്ട് കിട്ടിയാന്ന്, പക്ഷെ അത് അളന്നില്ല. അത് 30 കഴിഞ്ഞിട്ടാണ്, 30 കൂടുതലത് ഇമേജ്. അല്ല, 40 വെച്ചപ്പോ 40 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് വെച്ചോ? 40 ആയിട്ടാ കിട്ടിയത്. എത്ര സെന്റിമീറ്റർ വെച്ചപ്പോ? 30 വെച്ചപ്പോ. മോൻ എന്നിട്ട് 40 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് വെച്ച് നോക്കിയോ? ക്യാൻഡിൽ 40 സെന്റിമീറ്റർ മാറി വെച്ച് നോക്കിയോ? ഇല്ല. അങ്ങനെ വെച്ച് നോക്ക്, പെട്ടെന്ന് വെച്ച് നോക്കട്ടാ. 40 സാധാരണ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെൻസ് ഒന്നല്ലേ 50 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ആയിരിക്കും. ഈ രണ്ട് ഫോക്കൽ ലെങ്ത്തും ആണ് ആവാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് 40 30 വെച്ച് നോക്കാൻ പറഞ്ഞത്. കാരണം സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ച അതേ ഡിസ്റ്റൻസിൽ അതേ വലിപ്പത്തിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ സീല് വെക്കുമ്പോൾ 30 വെക്കുമ്പോൾ 30 കിട്ടണം 15 ഫോക്കൽ ലെങ്ത് ഉള്ളവർക്ക്. 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ളവർക്ക് 40 വെക്കുമ്പോൾ കറക്റ്റ് 40 കിട്ടണം. ഓക്കെ, പെട്ടെന്ന് വരച്ചെടുക്കുക. അതിന്റെ ആ മറ്റേ വരകളും ഇതൊക്കെ പിന്നെ വരയ്ക്കാം. ജസ്റ്റ് ആ എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കാനകത്ത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കേസ് ഇൻഫിനിറ്റി ആണ് അല്ലെ? ഇൻഫിനിറ്റി. ഓക്കെ, ഇനിയിപ്പോ ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യാ? ഒബ്ജക്റ്റ് ഒന്നൊന്ന് നോക്കി, നിങ്ങൾ ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടാ. ഇൻഫിനിറ്റിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് അറിയില്ലേ? കറക്റ്റ് ഇപ്പൊ ഫോക്കൽ ലെങ്ത് 15 ഉള്ളവർക്ക് 15 സെന്റിമീറ്റർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. ഏതെങ്കിലും ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുത്തിട്ട് 15 സെന്റിമീറ്റർ തന്നെ ഫോക്കസ് ആയിട്ട് കിട്ടുന്നുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആയിരിക്കും. ക്യാൻഡിൽ എടുക്കണ്ട, വെറുതെ റഫായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളുടെ ചാർട്ട് ഇതാ ഇതുപോലെ കേട്ടോ, ഇതുപോലെ രണ്ടായിട്ട് കീറിയിട്ട് ഇതുപോലെ നിങ്ങളുടെ സെന്ററിൽ വെച്ചു. ഇപ്പൊ ലെൻസ് കറക്റ്റ് സെന്ററിൽ നിങ്ങൾ വെച്ചാൽ മതി. ഓക്കെ, ചാർട്ട് രണ്ടായിട്ട് കീറിയ ശേഷം എന്ത് ചെയ്യുക? ആ രണ്ട് കീറിയ ചാർട്ടും കൂടെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരാൻ പാകത്തിന് ഇങ്ങനെ വെച്ചാൽ അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ആവശ്യം പോലെ സ്പേസ് കിട്ടും. എന്നിട്ട് ആ ലെൻസ് എടുത്തിട്ട് സെന്ററിൽ വെച്ചു. ആദ്യം കോൺവെക്സ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ എഴുതിയത് മാറിപ്പോയി കേട്ടോ. കോൺകേവ് അല്ല, നമ്മൾ ആദ്യം കോൺവെക്സ് ആണ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് ആണ് ചെയ്യുന്നത്. എല്ലാവരും കോൺവെക്സ് എടുക്കുക. കോൺവെക്സ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ നേരെ പിടിച്ചു നോക്കിയാൽ മതി. അടുത്ത് പിടിക്കുമ്പോൾ വലുതായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ലെറ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ അടുത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം അത് കോൺവെക്സ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതിനകത്തെടുത്ത് വെക്കുക. ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്തോളണം, അല്ലെങ്കിൽ കിട്ടാണ്ട് വരും കേട്ടോ. പറഞ്ഞു സാർ 40 വെച്ചപ്പോൾ 40 തന്നെ കിട്ടി. 40 കിട്ടിയോ? എന്നാലും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റോട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം, ഒന്നോട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടേ. അതായത് നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് 20 ആണ്, 20 സെന്റിമീറ്ററിലായിരിക്കും നിങ്ങളുടെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടുക. ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ഉള്ളവർക്ക് 15 സെന്റിമീറ്ററിലായിരിക്കും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടുക. ഇപ്പൊ എന്റെ 20 ആണ്, നോക്കി ഞാൻ 20 സെന്റിമീറ്ററിൽ മാറ്റി സ്ക്രീൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ 20 ആണെങ്കിൽ കണ്ടോ? ഇവിടെ നോക്കി പിള്ളേർ, ഇവിടെ നോക്കി കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് 20 കണ്ടോ? ഇവിടെ നിന്ന് ഇവിടം വരെയാണ് 20. ഞാൻ സ്ക്രീൻ 20 വെക്കുമ്പോ കണ്ടോട്ടോ, ഇതാ ദൂരെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് ഇമേജ് ഫോക്കസ് ആവുന്നത് കണ്ടോ? ഫോക്കസ് ആവുന്നത് കാണുന്നുണ്ടോ? ആ സ്ക്രീനിൽ വരുന്നത് കാണുന്നുണ്ടോ? ഇതാ ഒന്നുകൂടെ കാണണമെങ്കിൽ ഇതേ തിരിക്കാം. കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇവിടെ 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 നോക്കി. മുന്നോട്ട് പോകുമ്പോഴും ബ്ലർ ആവും, പുറകോട്ട് പോകുമ്പോഴും ബ്ലർ ആവും. കറക്റ്റ് 20 സെന്റിമീറ്ററിൽ ഫോക്കസ് ആവുന്നതാണ്ടോ? ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാട്ടാ. ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ്, എന്നാലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എററുകൾ വന്നിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇത്രയും കിട്ടിയാ? ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഫോക്കൽ ലെങ്ത്തിന്റെ ആണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചാർട്ട് വെച്ചേക്കാണ്. നിങ്ങളുടെ ഒരു സൈഡിൽ ഈ ചാർട്ട് ഇരിക്കുന്നുണ്ട്, നടുക്ക്
മറ്റേ ചാർട്ടിൽ ഇങ്ങനെ 2 ചാർട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, നടുക്ക് നിങ്ങൾ ലെൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെൻസ് ദൈ ഇവിടെ പ്ലേസ് ചെയ്തേക്കുക. ഇനി നിങ്ങൾ എവിടെയാണ് ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്? ഇവിടെ ഫോക്കൽ ലെങ്ത് കിട്ടുന്നുണ്ടല്ലോ എഫ്, അതിപ്പോ എന്റെ 20 ആണ്. അതുകൊണ്ട് 20 സെന്റിമീറ്റർ മാറിയിട്ട് എഫിന്റെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ എനിക്കൂടെ കാണാൻ പാകത്തിന് വരയ്ക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ റൈറ്റ് സൈഡിലും വരയ്ക്കുക, ലെഫ്റ്റ് സൈഡിലും വരയ്ക്കുക, റൈറ്റ് സൈഡിലും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെൻസ് ആണ്, ലൈറ്റ് കടത്തി വിടും. അപ്പോൾ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്, വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഇമേജ് ഫോം ചെയ്യാൻ 2 സ്ഥലത്തും ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലും 20 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, അതുപോലെ ലെഫ്റ്റ് സൈഡിലും 20 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ലൈൻ കൊടുക്കും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചു ഈ സ്റ്റെപ്പിൽ. എന്നിട്ട് അതിന് പേര് കൊടുക്കുക. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ളതിന് F1 എന്ന് കൊടുക്കുക, നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ളതിന് F2 എന്ന് കൊടുക്കുക. ഓക്കെ, പറഞ്ഞുതരാലോ. നിങ്ങളുടെ 2 ചാർട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടില്ല, അതിന്റെ നടുക്കാണ് നിങ്ങൾ ലെൻസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20 ഉള്ളവർക്ക് 20. എന്റെ 20 ആയതുകൊണ്ടാട്ടോ ഞാനിവിടെ 20 എഴുതിയേക്കുന്നത്. 15 ഉള്ളവർക്ക് 15. ഓക്കെ, ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ 20 സെന്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 20 സെന്റിമീറ്റർ മാറി മറ്റൊരു ലൈൻ കൂടി വരയ്ക്കുക. 2 സൈഡിലും 20 സെന്റിമീറ്റർ മാറിയിട്ട് ഫോക്കസ് മാർക്ക് ചെയ്യുക. കാരണം ഇതിന്റെ 2 ഫോക്കസ് ഉണ്ട്, ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. കാരണം ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു കേസ് ഉള്ളൂ, ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വരുന്നതായിട്ടാണെങ്കിലും ഇതിന്റെ ആക്ച്വൽ കേസിൽ ഇതിനകത്ത് 2 സൈഡിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ F1 എന്നും F2 എന്നും 2 ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, സെന്ററിൽ നിന്ന്, അതായത് നിങ്ങളുടെ ചാർട്ട് രണ്ടും കൂട്ടി വെച്ചിരിക്കുന്ന ആ സെന്റർ ഉണ്ടല്ലോ, അവിടെയാണ് ലെൻസ് വെക്കേണ്ടത്. അവിടെ നിന്ന് 20 സെന്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് 2 F1 F2 ലൈൻ മാർക്ക് ചെയ്തോ. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ. കുറെ പേര് ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട് ലോവർ ഹാൻഡ്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ആൻഡ്രൈസ് ചെയ്യും കേട്ടോ. എല്ലാ പറഞ്ഞോ. എനിക്കിപ്പോ ഫോക്കൽ ലെങ്ത് 18 കിട്ടി. അപ്പൊ 18 വരച്ചാൽ മതിയോ? ഒരു പണിയാ, ആ 36 വെച്ചിട്ട് 36 തന്നെ കിട്ടണ്ടോ നോക്കി ഇമേജ്. സീല് വെക്കുമ്പോ സി തന്നെ കിട്ടണ്ടോ നോക്കിക്കേ. ക്യാൻഡിൽ വെച്ചിട്ടേ ലെഫ്റ്റ് സൈഡിൽ ക്യാൻഡിൽ വെക്കാം 36 സെന്റിമീറ്റർ. എന്നിട്ട് റൈറ്റ് സൈഡിൽ 36 സെന്റിമീറ്റർ മാറിയിട്ട് കിട്ടണമെങ്കിൽ ഓക്കെ ആണ്, അത് തന്നെ എടുക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോ. ക്യാൻഡിൽ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിന്ന് 36 അല്ലെ, 18 അല്ലേ കിട്ടണം. അപ്പൊ 36 സെന്റിമീറ്റർ മാറ്റി ക്യാൻഡിൽ വെക്കുക. അതുപോലെ റൈറ്റ് സൈഡിൽ 36 സെന്റിമീറ്റർ മാറ്റി സ്ക്രീൻ വെക്കുക. എന്നിട്ട് ഈ ക്യാൻഡിലിന്റെ ഫ്ലെയിമിന്റെ ഇമേജ് സ്ക്രീനിൽ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നും നോക്കണ്ട, 18 വരച്ചു. പറഞ്ഞോ. സംശയങ്ങൾ ഉണ്ടാവും, ഓരോ സ്റ്റെപ്പും ക്ലിയർ ചെയ്തോളണം കേട്ടോ. ഇത് പ്രോബ്ലം ആണെന്ന് കരുതിക്കോ, ഇതൊരു പ്രോബ്ലം ആണ്. പറഞ്ഞോ. എനിക്ക് ഡിസ്റ്റൻസ് 40 വെച്ചപ്പോ കിട്ടിയത്. അങ്ങനെയാണ് 20 ആയിരിക്കും ഫോക്കൽ ലെങ്ത്. 20 ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. 40 കിട്ടിക്കഴിഞ്ഞാൽ അതേ സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിനർത്ഥം എന്താ? ഇത് സി ആണെങ്കിൽ സി, എവിടെയും സി മാർക്ക് ചെയ്യും. ഓക്കെ, സി ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടോ 20. അപ്പൊ ടോട്ടൽ ഇപ്പൊ റുഫേദക്ക് എത്ര കിട്ടും? അല്ല, റുക്സാനക്ക് ഇപ്പോ ഇവിടെ നിന്ന് ഇവിടം വരെ 40, ഇവിടെ നിന്ന് ഇവിടം വരെ, അതായത് സീല് വെച്ചപ്പോ സീല് തന്നെ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്തോ? അതേ ഡിസ്റ്റൻസ് വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യുക? സി മാർക്ക് ചെയ്യുക. സെയിം ഡിസ്റ്റൻസ് തന്നെ വീണ്ടും എടുത്തിട്ട് നിങ്ങൾ സി മാർക്ക് ചെയ്യുക. അതായത് 1 2 പോൾ 3 4. ഓക്കെ, പോളിന് പ്രത്യേക ലൈൻ വേണ്ടല്ലോ, അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ ചാർട്ടിന്റെ രണ്ട് ചാർട്ടും ജോയിൻ ചെയ്യുന്ന ഒരു ലൈനായിട്ട് വിചാരിച്ചാൽ മതി. അതാണ് പോൾ, ഒപ്റ്റിക് സെന്റർ കേട്ടോ. ഒപ്റ്റിക് സെന്റർ. പറഞ്ഞോ സർ. എന്റെ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് എനിക്ക് 35 ഇമേജ് 35. അങ്ങനെ വരുമല്ലോ. ഒബ്ജക്ട് ഇൻഫിനിറ്റി ഒബ്ജക്റ്റിന്റെ ഇമേജ്, അതായത് മറ്റേ ദൂരെയുള്ള വസ്തുവൊക്കെ ഫോക്കസ് ആവുന്നത് 35 സെന്റിമീറ്റർ മാറിയിട്ടാണോ? അല്ല സർ, ഞാൻ ക്യാൻഡിൽ വെച്ചേ. ക്യാൻഡിൽ ഇൻഫിനിറ്റിയിൽ എവിടെ എത്ര സെന്റിമീറ്റർ മാറ്റി വെച്ചേ? ഒരു 40 സെന്റിമീറ്ററിന്റെ പുറകില്. അത് പോരാ, അത് ബിയോണ്ട് സി എൽ ആയുള്ളൂ. 20യുടെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ അത് അതാ പറഞ്ഞ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നല്ല ദൂരമാണ്. ദൂരെയുള്ള ഒബ്ജക്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇല്ല സാറ് അങ്ങനെ ചെയ്യണ്ട. സാറ് എന്ത് ചെയ്യണം എന്നറിയോ? സാർക്ക് ഫോക്കൽ ലെങ്ത് 30 ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ 30 സെന്റിമീറ്റർ വെക്കുക. 30 സെന്റിമീറ്ററിൽ ഇമേജ് കിട്ടണ്ടോ നോക്കാം. സി കേട്ടോ, അറ്റ് സി തന്നെ ഇമേജ് കിട്ടണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ 40 സെന്റിമീറ്റർ വെച്ചിട്ട് നോക്കുക, 40 സെന്റിമീറ്റർ തന്നെ കിട്ടണ്ടോന്ന്. ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് മെത്തേഡ് ഉണ്ട്, നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാവുന്ന കേസേ ഉള്ളൂ. കാരണം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് VU/V-U ഇട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. നമ്മൾ എങ്ങനെയായാലും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക ഇഷ്ടംപോലെ മെത്തേഡുകൾ ഉണ്ട്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് ഫോളോ ചെയ്ത് പോവാ കേട്ടോ. 30 വെച്ചിട്ട് കിട്ടുന്നില്ല. 30 വെച്ചിട്ട് സാർക്ക് എത്ര സെന്റിമീറ്ററിൽ എത്ര മാറിയിട്ടാ കിട്ടിയേ? ക്യാൻഡിൽ എത്രയിൽ വെച്ചപ്പോഴാണ് കിട്ടിയേ?
ഇന്നലെയാണോ? അല്ല ഇപ്പൊ കിട്ടിയത് എത്ര സെന്റിമീറ്റർ മാറ്റി ക്യാനിൽ വെച്ച്? 40 സെന്റിമീറ്റർ ബാക്കിലേ വെച്ചോളൂ. 40 സെന്റിമീറ്റർ മാറി വെച്ചു ഒബ്ജക്റ്റ്. ഇമേജ് എവിടെ കിട്ടിയേ? ഇമേജ് 35 സെന്റിമീറ്റർ. 35 സെന്റിമീറ്റർ അല്ലേ? VU by V minus U. Hmm. 35 into 40, 1400 divided by 18.6 ആണ്. അപ്പൊ 20 ആയിരിക്കും സാർ ആ ഫോക്കൽ ലെങ്ത് കേട്ടോ. അപ്രോക്സിമേറ്റ് 20 ആയിരിക്കും ഫോക്കൽ ലെങ്ത്. 20 എടുത്തോ ഫോക്കൽ ലെങ്ത്. ഞാൻ ചെയ്തേക്കുന്നോലെ ചെയ്തോ. ഓക്കെ, പിന്നെ അതാ പറഞ്ഞത് നമുക്ക് ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. പറഞ്ഞോ 36 വെച്ചിട്ട് ഷാർപ്പ് വരുന്നില്ല, 40 വെച്ചിട്ട് കിട്ടണ്ട്. 40 വെക്കണ്ടേ? 40 ഒബ്ജക്റ്റ് വെച്ചേ 40 ഇമേജും കിട്ടുന്നില്ലേ? 18 ഫോക്കൽ ലെങ്ത് വന്നെന്ന് പറഞ്ഞു. അപ്പൊ 36 വെച്ച് നോക്കാൻ പറഞ്ഞു. ഓ എന്നിട്ട് കിട്ടിയില്ല. ഇല്ല, 40 വെച്ചപ്പോ 20 എടുത്തോ. ഫാത്തിമ, നമുക്കൊരു സിയുടെ കേസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അറ്റ് സിയുടെ കേസ് ഒന്ന് ചെയ്ത് നോക്കുമ്പോ അത് ഓക്കെ ആയിക്കോളും. ഏതാന്ന് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഓക്കെ, കഴിഞ്ഞ എത്രയും കഴിഞ്ഞോ? 4 ലൈൻ എല്ലാവർക്കും വരച്ചു. എല്ലാവർക്കും 4 ലൈൻ ഉണ്ടോ നോക്കിയേ. സിയുടെ ലൈൻ, ആ C1ന്റെ ലൈനിന് 2F1 എന്നൊരു പേരും കൂടെ കൊടുത്തോട്ടോ. അങ്ങനെയും പറയാറുണ്ട്, 2F1. 2 ഫോക്കൽ ലെങ്ത് ആണല്ലോ 2F1. അതുപോലെ ഇത് 2F2. ഇത്ര മാർക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഞാൻ ബോർഡ് റിമൂവ് ചെയ്യുന്നുള്ളൂ. ബോർഡ് ഷെയർ ആയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. പറഞ്ഞ ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോ. എന്തെങ്കിലും സംശയമുള്ളവർ ഇവിടെ നോക്കിക്കോ. ദാ ലെൻസ് വെച്ചു. ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ മാറിയിട്ട് ഫസ്റ്റ് ലൈൻ, വീണ്ടും 20 സെന്റിമീറ്റർ മാറിയിട്ട് സെക്കൻഡ് ലൈൻ. ഇപ്പൊ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ലൈൻ എനിക്കുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ എന്റെ 20 ആട്ടോ, എന്റെ ഫോക്കൽ ലെങ്ത് 20 ആയതുകൊണ്ടാണ് 20 സെന്റർ മാറിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, വീണ്ടും ഒരു 20 സെന്റിമീറ്റർ മാറിയിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. ഇങ്ങനെ മൊത്തം 4 ലൈൻ എന്റെ ഫ്രണ്ടിൽ ഉണ്ടാവണം. പിന്നെ ആ ലെൻസ് ഇരിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊരു ലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 5 ലൈൻ വരും. കണ്ടോ? 1 2 3 4 5. പറഞ്ഞു. ഫോക്കസ് ചെയ്യുന്ന 20 സെന്റിമീറ്റർ എടുത്ത് സി വരയ്ക്കാനായിട്ട് ഇവിടെ സ്പേസ് ഇല്ല. ഒരു സ്പേസ് ഉള്ള എന്തെങ്കിലും ഒരു ടേബിളിൽ ഇരിക്കാവോ? പോയിട്ട് ഡൈനിങ് ടേബിളിലോ? സ്പേസ് ഇല്ല. ചാർട്ട് കീറിയില്ലേ? ചാർട്ട് 2 കീറിയില്ലേ? എന്നിട്ട് സ്പേസ് ഇല്ല? എന്താ അങ്ങനെ പറയില്ലല്ലോ. ചാർട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ട് ലെങ്ത് ചാർട്ടിന്? ചാർട്ടിന് എത്ര സെന്റിമീറ്റർ ഉണ്ട്? ഒരു 35 ഒക്കെ. 35 ഉള്ളോ? ലെങ്തോ? ലെങ്ത് ചാർട്ടിന്റെ ലെങ്ത് ഞാൻ ചോദിച്ചോട്ടെ. ഈ ലെങ്ത്, ഇതാ ലെങ്ത് ഞാൻ ചോദിച്ചത്. ഇവിടെ നിന്ന് ഇവിടം വരെ, ഈ ഒരറ്റത്ത് ഒരറ്റം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അതിന്റെ ലെങ്ത് 30. ഒരു സ്കെയിലിന്റെ ഡിസ്റ്റൻസ് ഉള്ളത്, ഒരു വലിയ സ്കെയിലിന് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള അതിന്, ആ ചാർട്ടിന് 35 എന്ന് പറയുമ്പോ ആ ചാർട്ട് ഒന്ന് കാണിച്ചേ. അതെങ്ങനെയാ? ആ ഡിസ്റ്റൻസ് ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്തേ. ഒരറ്റത്തിന് അടുത്ത അറ്റം വരെ എങ്ങോട്ടാ മെഷർ ചെയ്യുന്നേ? സാർ, ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചാർട്ട് വെക്കാൻ പറ്റില്ല. തിരിച്ചു വെച്ചാ ഫസ്റ്റ്. അങ്ങനെ വെക്കല്ലേ, അങ്ങനെ വെച്ചാൽ കിട്ടൂല. എങ്ങനെ 2 ചാർട്ട് കീറിയിട്ടല്ല വെക്കുന്നേ? അപ്പൊ നമുക്ക് ലെങ്ത് വേണ്ട, ലെങ്ത് നോക്കിയാൽ മതി. നമുക്ക് ലെങ്ത് കൂടുതൽ എവിടെയാണ് കിട്ടുന്നത് അങ്ങനെ വെക്കണ്ടേ കേട്ടോ. ഓക്കെ, ലെങ്ത് ആണ് വേണ്ടത്. നമുക്ക് വീതി കുഴപ്പമില്ല, ആ വീതി നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ബ്രെഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കീറിയാണെങ്കിൽ കളയാം, കുഴപ്പമില്ല. ലെങ്ത് നോക്കിയാൽ മതി, നീളം കിട്ടിയാൽ മതി കേട്ടോ. പറഞ്ഞു മാക്സിമം നീളം എവിടെയാണോ കിട്ടുന്നത് അങ്ങനെ ചാർട്ട് വെച്ചോ. പറഞ്ഞോളൂ. സാർ, ഞാൻ 20 വെച്ച് വരച്ചു. എന്റെ ഫോക്കൽ ലെങ്ത് 15 ആണ്.
ഒരു പണി അത് ഒന്നുകൂടെ വരച്ചു. ചാർട്ടിന്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാനതല്ലേ പറയാം. ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കാവുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ ഇത്ര സമയം എടുക്കും. ഫോക്കൽ ലെങ്ത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്നും കിട്ടൂല നമുക്ക്. പറഞ്ഞു അൽസാബിത്ത് പറഞ്ഞു. ഇല്ല, ഇനി വീഡിയോ ഓൺ, ഇദ്ദേഹത്തിന്റെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേര്. വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഈ ഷബാന സൈനുദ്ദീന്റെ ഒക്കെ വീഡിയോ ഓഫ് ആണല്ലോ. ഓണാണോ? ആ ഓക്കെ ഓക്കെ, എന്താ പ്രശ്നം? ആ ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ലെൻസ് വെച്ചോ, ലെൻസ് പ്ലേസ് ചെയ്തോ. എന്നിട്ട് നിങ്ങളുടെ ആദ്യം തന്നെ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുക. സീല് വെച്ചിട്ട് സീല് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. നിങ്ങൾ ക്യാൻഡിൽ സീന്ന് നോക്കി. ഇപ്പൊ 4 ലൈൻ വരച്ചിട്ടില്ല നിങ്ങൾ, അതിനകത്ത് അങ്ങേയറ്റത്തെ ലൈനില് സീല് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. റൈറ്റ് സൈഡിൽ സീല് ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ സീൽ ഒബ്ജക്റ്റ് വെക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ സീൽ ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഇവിടെ രണ്ടാമത് വരച്ചിരിക്കുന്ന ഈ ലൈനില് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഓക്കെ, ദാ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് റൈറ്റ് സൈഡ് സീല് ദാ ഇവിടെ ഇമേജ് കിട്ടണമെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, കണ്ട? ഓക്കെ, ഇമേജ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നുകൂടെ നോക്കിക്കോട്ടോ. ചാർട്ട് വച്ച് തരുമേ, ഒന്നുകൂടെ നോക്കിക്കോ. ലെഫ്റ്റ് സൈഡിലെ സീൽ ഒബ്ജക്റ്റ് വെക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ സീൽ ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. ഒബ്ജക്റ്റിന്റെ ഇമേജ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുകണ്ട, ഫ്രണ്ടിലേക്ക് കൊണ്ടു കണ്ട സെയിം സൈസിലുള്ള ഷാർപ്പ് ഇമേജ് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ സീല് കിട്ടും. കറക്റ്റ് ആണ്. ഈ ഫോക്കൽ ലെങ്ത് 20 ആണെങ്കിൽ കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. സീൽ ഇന്നലെ നമ്മൾ ചെയ്ത് തന്നെയാ. സീൽ ഒബ്ജക്റ്റ് വെച്ചപ്പോ സീല് തന്നെ ഇമേജ് കിട്ടിയവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. എത്ര പേർക്ക് സീ തന്നെ കിട്ടി? സീല് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാത്തിമ ബീവിക്ക് കിട്ടുന്നില്ല. എത്ര പേർ കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ബാക്കിയുള്ളവരും ചെയ്യ. പെട്ടെന്നാവട്ടെ. അതിലും കിട്ടുന്നുണ്ടോ? സീല് വെക്കുമ്പോ സീ തന്നെ കിട്ടുന്നുണ്ടോ? നിങ്ങളിത് ഓൾറെഡി ഇന്നലെ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് പോയതല്ലേ? കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങുള്ള നല്ല ഇമേജ് സീല് വെക്കുമ്പോഴും കിട്ടണ്ട, പക്ഷെ കുറച്ച് ബാക്കിലേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോക്കൽ ലെങ്ത് ആയിട്ട് എടുക്കാം. വരച്ചില്ലേ ഇപ്പൊ ഓൾറെഡി? അതെയാ, അങ്ങനെയാണെങ്കിൽ ഒരു പണിയാ. ഒബ്ജക്റ്റ് പൊടിക്ക് പുറകിലേറ്റർ ഒക്കെ ഇട്ട് നോക്കി. അല്ല, ഒബ്ജക്റ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരട്ടെ. ഒബ്ജക്റ്റ് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഒബ്ജക്റ്റ് വെക്കുന്നതിന്റെ പൊസിഷനിൽ നിന്ന് കുറച്ച് പുറകിലേക്ക് മാറിയിട്ടാണ് കിട്ടുന്നത്. അതിനാണ് ഒബ്ജക്റ്റ് ബാക്കിലേക്ക് ഇറക്കുക. ഒബ്ജക്റ്റ് പൊടിക്ക് ബാക്കിലേക്ക് ഇറക്കുക, ഫ്രണ്ട് അല്ല ബാക്കിലേക്ക്. എന്നിട്ടൊന്ന് നോക്കി, അപ്പൊ കറക്റ്റ് ആയിട്ട് വരും അതേ ഡിസ്റ്റൻസിൽ. ഒബ്ജക്റ്റ് ഒരു 1-2 സെന്റിമീറ്റർ പുറകോട്ടേക്ക്. ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഈ കേസാ പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല. ചെറിയ വ്യത്യാസമാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഈ കേസിലാണ് ഒരു പ്രശ്നം വരുള്ളൂ. ബാക്കിയുള്ള കേസൊക്കെ പിന്നെയും കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഇത് നമുക്ക് അറ്റ് സീല് തന്നെ കിട്ടണം. നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുമ്പോഴും കുറച്ച് പ്രശ്നമാണ് ഇത്, അല്ലെ? കറക്റ്റ് സീ തന്നെ കിട്ടണം. ഓക്കെ, അത് കുഴപ്പമില്ല. ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോട്ടെ, ഒരു 1-2 സെന്റിമീറ്റർ ഒക്കെ ഉള്ളിൽ പോട്ടെ. അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വലിയ ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ. വേറെ ആരാ? ഭീമാനവാസ് പറഞ്ഞോ. കിട്ടുന്നില്ല? എന്നാ അവിടെ ആൻഡ്രൈസ് ചെയ്ത് വെക്കുമോളെ. എന്നല്ല അറിയാം, ആൻഡ്രൈസ് ഇല്ല. ഓക്കെ, അല്ലക്ക് കിട്ടിയാ? ആ ക്യാൻഡില് കത്തിച്ച് വെക്കണ്ട കേട്ടോ. ക്യാൻഡിൽ ഊതിക്കോ. എന്നിട്ട് അടുത്തേല് ഇതാക്കിയാ മതി. വെറുതെ ക്യാൻഡിൽ കത്തിച്ച് കളയണ്ടല്ലോ. അച്ചു സാറ് പറഞ്ഞു. അച്ചു സാറൊക്കെ എന്താ ഇഷ്യൂ?
സാർ ഞാൻ വെക്കണുള്ളൂ. വെക്കുന്നുള്ളൂ. ഓക്കെ. ഫാത്തിമ, ഫച്ചു പ്രശ്നം പറഞ്ഞ അല്ലെ. ഫാത്തിമ പി എ, ഫാത്തിമയ്ക്കോ? ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് കമന്റില്. കമന്റിൽ ഹാൻഡ് റൈസ് ബട്ടൺ ഒക്കെ വന്നു. മുഹമ്മദ് അമീൻ, കിട്ടിയ സാറാ. പക്ഷെ 18 സാർ വന്നെ, 15 വന്നെ. 18 ആ റേഞ്ചിലാണ്. 18, 20 കിട്ടുമോ? 20 എത്തണ്ട. 20 കിട്ടണോ? 20 ബ്ലറായിട്ട് ഇരിക്കുക. അത് ഈ പറഞ്ഞ പോലെ ചെറിയ ഫോക്കൽ ലെങ്ത്തിലെ വ്യത്യാസമൊക്കെ ആയിരിക്കാം കേട്ടോ. കറക്റ്റ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ. കുഴപ്പമില്ല, നമുക്ക് സി തന്നെ കിട്ടണ്ടല്ലോ. ചെറിയ വ്യത്യാസമല്ലോ. പറഞ്ഞോ. എനിക്ക് സീന് കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങി കിട്ടും. കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് 1-2 സെന്റിമീറ്റർ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒബ്ജക്റ്റ് കിട്ടിയ ഒരു ഇമേജ് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അത് സി ആയിട്ട് വരച്ചിട്ട് അതിന്റെ സെന്ററിൽ എഫ് മാർക്ക് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്തു പോവാം കേട്ടോ. അപ്പൊ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും, മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ ഇനിയുള്ള കേസൊന്നും വലിയ പ്രശ്നം വരില്ല. 1-2 സെന്റിമീറ്റർ ഉള്ളെങ്കിൽ ഇനിയുള്ള കേസിലൊന്നും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കിട്ടി. ഇനി അലൈന പറഞ്ഞോ. നിങ്ങൾ പ്രശ്നങ്ങൾ പറ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് സമയം. പറഞ്ഞോ അലൈന. കിട്ടുന്നില്ല. ഇന്നലെ ചെയ്തപ്പോ എന്തായിരുന്നു? അപ്പൊ ഇന്നലെ എത്ര സെന്റിമീറ്റർ വെച്ചപ്പോ? എന്താണ് 30 സെന്റിമീറ്ററിൽ വെച്ചപ്പോ കിട്ടി. അത് 30 കിട്ടിയായിരുന്നു ഇന്നലെ. ആ, ഇന്നും കിട്ടണമല്ലോ. നോക്കി ചെക്ക് ചെയ്തോ. സൺലൈറ്റ് വേണം ഇനി. വേണ്ട. കാൻഡിലിന്റെ ഫ്ലെയിം അല്ല അത്. കാൻഡിലിന്റെ ഫ്ലെയിമിൽ നിന്ന് തന്നെ ലൈറ്റ് വരുന്നുണ്ടല്ലോ, അത് മതി. ഇരുട്ട് മുറിയിൽ വെച്ച ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇതിന്. ഇരുട്ട് മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടും. നിങ്ങൾ എപ്പോഴും രാത്രിയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലെയിം കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന സൺലൈറ്റ് ഒക്കെ വരുന്നോണ്ട് ചിലപ്പോ ആ ഒരു നല്ല ക്ലാരിറ്റിയിലൊന്നും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുവാണ് കേട്ടോ. ഇത് എഴുതുവാണ്. ഫസ്റ്റ് കേസ് അറ്റ് സിയുടെ എഴുതിയില്ല, അത് ആദ്യം എഴുതിക്കോ. ഇപ്പൊ 2 കേസ് നമുക്ക് മനസ്സിലായി, ഫോക്കസിലെയും അതുപോലെ അറ്റ് സിയും. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോ. ഫോക്കസ് അറ്റ് സി എങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത് നോട്ട് ചെയ്തോ. 2 സൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. അറ്റ് സിയും ഫോക്കസും 2 കേസ് നമ്മൾ ചെയ്തു, അത് രണ്ടും എഴുതി വെച്ചു. അതിനകത്തേക്ക് നോട്ട് ചെയ്തോ. ഓക്കെ, പറയാം. അലീന കിട്ടിയാ? അലീന പ്രശ്നം എന്തായിരുന്നു? അതെന്താണ് സ്ക്രീന് കറക്റ്റ് അല്ലായിരുന്നു വെച്ചത്. അതൊക്കെ ഉള്ളൂ. അനീറ്റ കേസ് എന്ന് പറഞ്ഞോട്ടെ. അറ്റ് എഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ എവിടെയായിരിക്കും? ഫസ്റ്റ് കേസ് കേട്ടോ. അറ്റ് ഇൻഫിനിറ്റി പറഞ്ഞോ അനീറ്റ. അറ്റ് ഇൻഫിനിറ്റി ആണ് എവിടെ ഇമേജ് ഫോം ചെയ്യാം? അറ്റ് ഇൻഫിനിറ്റി അല്ല, നമ്മൾ ആദ്യം അത് ചെയ്തായിരുന്നു. അറ്റ് ഇൻഫിനിറ്റി ഇന്നലെ ചെയ്തായിരുന്നു. അറ്റ് എഫ് ആണ്, ഫോക്കസ് ആണ്. അപ്പൊ അറ്റ് എഫ് എന്ന് എഴുതുക കേട്ടോ. അറ്റ് ഇൻഫിനിറ്റിയില് ഇമേജ് എന്ന് എഴുതുക. ഓക്കെ, ഇമേജ് അറ്റ് എഫ്. ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ഫാത്തിമ? ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ഫാത്തിമ ടി എൻ? റിയൽ ആയിരുന്നു. ഇൻവേർട്ടഡ് ആണ്. പിന്നെ ഡിമിനിഷ്ഡ്, ഹൈലി ഡിമിനിഷ്ഡ് എന്നല്ലോ. ഹൈലി ഡിമിനിഷ്ഡ് വളരെ ചെറുതായിരുന്നു. ഓക്കെ, ആ ആൻഡ്രോയിഡ് ചെയ്തിരിക്കുന്ന ലോവർ ഹാൻഡ് F1 ആണോ F2 ആണോ? സൈഡിലല്ല, റൈറ്റ് സൈഡിൽ F2 കേട്ടോ. അറ്റ് F2 ആണോ? വോയിസ് ബ്രേക്ക് ആണോ?
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ആ ഓക്കെ, എന്തോ നെറ്റ് ഇഷ്യൂ ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ അറ്റ് F2 റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, അറ്റ് F2 റിയൽ, ഇൻവേർട്ടഡ്, ഹൈലി ഡിമിനിഷ്ഡ്. ഇനി അടുത്ത കേസ്, നമ്മൾ ഇപ്പൊ ചെയ്ത കേസ് ഇതാ, ഇപ്പൊ ചെയ്ത കേസ് എഴുതുക. ഏതാണ്? ഒബ്ജക്റ്റ് അറ്റ് സി, അറ്റ് സിയിൽ കേട്ടോ, അറ്റ് സി. എത്രാമത്തെ കേസ് അത്? മൂന്നാമത്തെ അല്ലെ സാറ? എത്രാമത്തെ കേസ് അത്? രണ്ടാമത്തെ അറ്റ് സി അല്ല രണ്ടാമത്തെ ബിയോണ്ട് സി അല്ലേ? മൂന്നാമത്തെ കേസ് കേട്ടോ, മാറി എഴുതരുതേ. മൂന്നാമത്തെ കേസ് അറ്റ് C1. ആ മൂന്നാമത്തെ കേസ് അറ്റ് സി, അറ്റ് സി എടുക്കുക. അറ്റ് സി എവിടെ ഇമേജ് കിട്ടിയ? ഫാത്തിമ ഇർഫാന, അറ്റ് സിയിൽ എവിടെ കിട്ടിയേ? അറ്റ് C2 അല്ലെ? അറ്റ് C1 ആയിരുന്നപ്പോ അറ്റ് C2 എന്ന് എഴുതുക കേട്ടോ. അറ്റ് C1 ആയിരുന്നപ്പോ അറ്റ് C2 ഇവിടെയാണ് എഴുതേണ്ടത്. അറ്റ് C1 അറ്റ് C2. റിയൽ ആണോ വിർച്വൽ ആണോ മുഹമ്മദ് അമീന്? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണ്. ഓക്കെ ഓക്കെ, റിയൽ ആണ്. ഇനി ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? തഫ്സിയ, ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇൻവേർട്ടഡ് ആണ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. ഇനി സൈസ് എങ്ങനെയാ? നിഷാന? സൈസ് എങ്ങനെയാ കിട്ടിയേ? നിഷാന സിയാദ്, സൈസ് എങ്ങനെയാ കിട്ടിയേ? ഡിമിനിഷ്ഡോ? സീൽ വെച്ചപ്പോഴോ? സെയിം സൈസ്. അൽഷിഫ, അടുത്ത കേസ് ഏതാ അൽഷിഫ? അല്ല, അപ്പൊ സിയുടെ പുറകിൽ വെക്കണ്ടേ? ആ ഒരു കേസ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഫോക്കൽ ലെങ്ത്തിന് വേണ്ടിട്ടാ കേട്ടാ. ഓക്കെ, അപ്പൊ ഇത് സിയുടെ പുറകിൽ നമ്മൾ വെക്കണം അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാരും ഇനി സിയുടെ പുറകില് ഒബ്ജക്റ്റ് വെച്ചേ. അതായത് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിന്റെ പുറകിലായിട്ട് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. സി എന്ന ലൈനിന്റെ പുറകെ, അതായത് 2F2 പുറകിൽ കേട്ടോ, 2F2 പുറകിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, 2F2 പുറകിൽ, അതായത് കുറച്ച് അങ്ങോട്ട് മാറി ഇരുന്നോട്ടെ കേട്ടോ. 2F2 തൊട്ട് പുറകിൽ വരണ്ട, ഒരല്പം പൊടിക്ക് മാറിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് സ്ക്രീൻ വെച്ചിട്ട് നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ക്രീൻ വെച്ചിട്ട് നോക്കുക എവിടെയാണ് ഇമേജ് കിട്ടുന്നതെന്ന്. ഓക്കെ, എവിടെയാണ് ഇമേജ് കിട്ടുന്നതെന്ന് നോക്കുക. എവിടെയാണ് ഷാർപ്പ് ഇമേജ് കിട്ടുന്നത് ചെക്ക് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഇമേജ് കിട്ടിക്കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഇമേജ് കിട്ടിയവരെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഓക്കെ, പറഞ്ഞോ ആരാ? ഫാത്തിമ സാല പറഞ്ഞോ. ഫാത്തിമ പറഞ്ഞോ. എഫിന്റെ സിന്റെ ഇടക്കായിട്ട് കിട്ടിയാണ്. എഫിന്റെ സിയുടെ ഇടയ്ക്ക് അല്ലെ? ബിറ്റ്വീൻ F1 ആൻഡ് C1 എന്ന് പറയോ, F2 ആൻഡ് C2 എന്ന് പറയോ? F1 C1 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ് സൈഡിലല്ലേ? ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തല്ലേ നമ്മൾ F1 C1 എന്നൊക്കെ കൊടുത്തേ? ഇത് റൈറ്റ് സൈഡ് ആണ്. F2 C2 അത് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് മനസ്സിലാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട വരും കേട്ടോ. F2 C2 ബിറ്റ്വീൻ F2 ആൻഡ് C2 ആണ്. എല്ലാവർക്കും കിട്ടിയേ? കിട്ടി? എല്ലാവർക്കും കിട്ടിയാ? കിട്ടാണ്ട് പറയരുത് കേട്ടോ. കിട്ടിയില്ലെങ്കിൽ അപ്പൊ ചോദിച്ചോളണം, പറഞ്ഞു തരാം. ഓക്കെ, ബിറ്റ്വീൻ F2 ആൻഡ് C2 അല്ലെ?
ആ സൈസും കൂടെ ഒന്ന് പറഞ്ഞോ കേട്ടോ. ബിറ്റ്വീൻ F2 ആൻഡ് C2 സൈസ് പറയണേ. ആ പറഞ്ഞോ. C1 ബാക്കിലായിട്ടല്ലേ വെക്കണ്ടേ? ആ C1 ബാക്കിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് ഇതല്ലേ കേസ് നോക്കിയതേ C1. അപ്പൊ എനിക്ക് C2 തന്നെ കിട്ടേ. അതെന്താ C1 തൊട്ട് ചേർന്നാണോ വച്ചേക്കണേ? കുറച്ച് ബാക്കിലായിട്ട്. കുറച്ചുകൂടെ പുറകിലേക്ക് വെച്ചേ. കുറച്ചുകൂടെ പുറകിലേക്ക് വെച്ചോ. കാരണം ഈ ചെറിയ എറർ ഒക്കെ വരുന്നോണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ അവിടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും സെന്റർ ഓഫ് കർവേച്ചറിൽ കിട്ടുന്നത് കേട്ടോ. കുറച്ചങ്ങ് ഇറക്കി വെച്ചോ. സീന്ന് ഒരു അല്പം പുറകോട്ട് പോക്കോട്ടെ. അപ്പൊ ഇടയിലേക്ക് വന്നോളൂ ഇമേജ്. ഓക്കെ നോക്കിയേ. കാരണം സിയിലേക്ക് എന്തോരം അടുക്കുന്നു അപ്പൊ C2ലേക്ക് കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുക. പറഞ്ഞോ. കിട്ടും. ആ ഓക്കെ. അപ്പൊ ബിറ്റ്വീൻ F2 ആൻഡ് C2 അല്ലെ, അങ്ങനെയല്ലേ വരിക? ബിറ്റ്വീൻ F2 ആൻഡ് C2. ഇനി ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ദിയ 3 പ്രത്യേകതയും പറഞ്ഞു. ദിയ പറഞ്ഞോ. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞു. റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ്. കണ്ടോ? ആദ്യം ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു, ഇപ്പൊ ഡിമിനിഷ്ഡ് ആയി, പിന്നെ സെയിം സൈസ് ആയി. ഓക്കെ. ഇനി അടുത്ത കേസാണ് ബിറ്റ്വീൻ C1 ആൻഡ് F1. C1ന്റെയും F1ന്റെയും ഇടയ്ക്ക് വെക്കുക കേട്ടോ. ബിറ്റ്വീൻ C1 ആൻഡ് F1. C1ന്റെയും F1ന്റെയും ഇടയ്ക്ക് വെക്കുക. ഓക്കെ. ബിറ്റ്വീൻ C1 ആൻഡ് F1. ഒബ്ജക്റ്റ് C1ന്റെയും F1ന്റെയും ഇടയ്ക്ക്. C1ന്റെ ഇപ്പൊ നമ്മൾ C1ൽ വെച്ചു, C1ന്റെ പുറകിൽ വെച്ചു, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന C1ന്റെയും F1ന്റെയും ഇടയ്ക്ക്. ഓക്കെ. ഒബ്ജക്റ്റ് C1 F1ന്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ സ്ക്രീൻ ഉപയോഗിച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ കൊണ്ടുപോയി നോക്കുക. ഷാർപ്പ് ഇമേജ് കിട്ടുമ്പോൾ നിർത്തുക. എന്നിട്ട് ആ പൊസിഷൻ ഏതാ നോക്കുക, സൈസ് നോക്കുക, തലതിരിഞ്ഞാണോ നോക്കുക. ഓക്കെ. സ്ക്രീൻ എടുക്കുക. സ്ക്രീൻ എടുത്തിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ. കൂടുതൽ ബ്ലർ ആവുകയാണെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുന്ന പൊസിഷൻ ഡിഫറെന്റ് ആണെന്നാണ് കേട്ടോ. മൂവ് ചെയ്യുന്ന സൈഡ് ഡിഫറെന്റ് ആണെന്നാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലർ ആവുകയാണെങ്കിൽ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ. കിട്ടിയവരെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. പറഞ്ഞോ. ഒരാള് പറഞ്ഞോ. ആരാ പറയാ? കിട്ടിയില്ല. അനക്ക് കിട്ടിയോ? അന ഫാത്തിമ കിട്ടിയാ? വോയിസ് ഓൺ ചെയ്യ്. കിട്ടിയില്ല, ചെയ്യുക. ചെയ്. മുഹമ്മദ് അയാന് കിട്ടിയോ? മുഹമ്മദ് അയാൻ എന്തേ കിട്ടാത്ത? പെട്ടെന്ന്. ബാക്കി കിട്ടിയവരല്ല ആൻഡ്രീസ് വെച്ചിരിക്കുന്ന എല്ലാരും. ഓക്കെ. പിന്നെ ആർക്കും ഫാത്തിമ പിക്ക് കിട്ടിയിട്ടില്ല? ഫാത്തിമ ഓ അയാൻ എവിടെയാ വച്ചിരിക്കുന്ന ഒബ്ജക്റ്റ്? ഒന്ന് ക്യാമറ കാണിച്ചേ. അയാൻ എവിടെയാ ഒബ്ജക്റ്റ് എവിടെയാ വെച്ചിരിക്കുന്നത്? F1 C1 ഇടയ്ക്കാണോ? സ്ക്രീൻ ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിക്കേ. സ്ക്രീൻ എവിടെയാ? അയ്യോ, സ്ക്രീൻ എവിടെയാ പൊന്നങ്ങോട്ട് വെച്ചിരിക്കുന്ന? ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലോ? നീ ഇങ്ങനെ ഇത്ര നേരം ചെയ്തോണ്ടിരുന്നേ? അല്ല, മൈക്കോൺ ആക്കാൻ വേണ്ടി മാറ്റി വെച്ചാ. അതെയാ? എന്നാ സ്ക്രീൻ ഒന്ന് വെച്ച് നോക്കട്ടെ. ലൈറ്റ് ഒന്ന് ഇട്ടോട്ടെ. സ്ക്രീൻ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കണം. മിറർ ലെൻസ് എവിടെയാണോ വെച്ചിരിക്കുന്നത്, ഒബ്ജക്ട് എവിടെയാണോ വെച്ചിരിക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കണം സ്ക്രീൻ കേട്ടോ. നേരെ വെച്ച് ആരും ചെയ്യുന്നില്ലല്ലോ. അത് മിററാണ്. ഇത് നമ്മൾ റിഫ്ലക്ഷൻ അല്ല, നമ്മൾ റിഫ്രാക്ഷനാ പഠിക്കുന്നത് കേട്ടോ. റിഫ്രാക്ഷൻ ആണ്, റിഫ്ലക്ട് ചെയ്യുന്നതല്ല. ഓക്കെ. അതിന് പറഞ്ഞോ. ഹനക്ക് കിട്ടിയപ്പോ അന? കിട്ടി സർ. എവിടെയാ കിട്ടിയേ? ബിയോണ്ട് C2. എല്ലാവർക്കും അവിടെ തന്നെയല്ലേ കിട്ടിയേ?
ബിയോണ്ട് C2. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞ ഹന, റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ? റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണ്. ഇൻവേർട്ടഡ് ആണ്. സൈസ് എങ്ങനെയാ? enlarged. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. കിട്ടിയാ? ഓക്കെ. അങ്ങനെ അടുത്ത കേസ് അറ്റ് എഫ്, ഫോക്കസിൽ വെച്ചോ. ഫോക്കസിൽ അറ്റ് എഫ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈഡിനെ സൂചിപ്പിക്കുന്ന കേട്ടോ 1, ഇമേജിന്റെ സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 2. ലോവർ ഹാൻഡ് ചെയ്തോ, ഹാൻഡ് റൈസ് ചെയ്ത എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോ. എന്നിട്ട് F1 വെച്ചിട്ട് നോക്കിക്കോ അവിടെ കിട്ടുന്നത്. അയാനെ കിട്ടിയ അയാനെ? അയാന്റെ സ്ക്രീൻ ഏതാ? സ്ക്രീൻ ഒന്ന് പറഞ്ഞ് ഒന്ന് തൊട്ട് കാണിച്ചേ സ്ക്രീൻ. ഓക്കെ. സ്ക്രീൻ എന്താ അവിടെ വെച്ചിരിക്കുന്ന? ലെൻസിന്റെ പുറകിലല്ല വെക്കണ്ടേ? എന്നാ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അയാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ലെൻസിന്റെ പുറകെ പോട്ടെ, എന്നാലേ കിട്ടുള്ളൂ. ലെൻസിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്ത് വേണ്ട ഇമേജ്. അതെയോ? എനിക്ക് ഇവിടുന്ന് കാണുന്നോണ്ട് തോന്നണായിരിക്കും. കുഴപ്പമില്ല. ഓക്കെ. കിട്ടിയാ? അതെ, ആൾക്കാർക്ക് കിട്ടി തുടങ്ങി. പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായി കാണും അല്ലെ? ഇമേജ് ഒബ്ജക്റ്റ് മുന്നോട്ടാണെങ്കിൽ ഇമേജ് പുറകേക്കായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ. നമ്മൾ മിറർ ചെയ്തതെന്ന് കിട്ടിയത് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് മുന്നോട്ട് വരുമ്പോൾ ഇമേജ് പുറകോട്ട് പോകും. ഓക്കെ. ഒബ്ജക്റ്റ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇമേജ് മുന്നോട്ടും വരും. അതുപോലെ ബാക്കി പിന്നെ പറയാം. നമ്മളിപ്പോ പറഞ്ഞ ശരിയാവില്ല. കഴിഞ്ഞ പറഞ്ഞ ഷബാനക്ക് എവിടെ കിട്ടിയേ? ഇൻഫിനിറ്റി. എവിടെ കിട്ടിയത്? എവിടെയെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ഒരു ബ്ലർ ആയിട്ട് കിട്ടിയോ? സ്ക്രീനിൽ ബ്ലർ. എന്തെങ്കിലും ഇമേജ് വേണം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺവെക്സിൽ അപ്പടി ഇൻഫിനിറ്റി എടുക്കേണ്ടി വരും കേട്ടാ. കിട്ടില്ല എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഭിത്തിയൊക്കെ നോക്കും. നിങ്ങളുടെ വോളിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. അൽസാബിത്തിന്റെ വോളിലല്ലേ കാണുന്നത്? അൽസാബിത്തിന്റെ ഭിത്തിയിലാണ്. പറഞ്ഞോ. അബിയക്ക് കിട്ടിയോ? അബിയ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി ഭിത്തിയിൽ കാണാൻ പറ്റും. പറഞ്ഞോ. അബിയക്ക് എവിടെ കിട്ടി? വോളിലുണ്ടോ? വോളിൽ ഇമേജ് ഉണ്ടോ? ഓക്കെ. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വോളിലോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കിട്ടുന്നില്ല നോക്കി. ഇനി കിട്ടാത്ത ആരാൾ? അച്ഛന് കിട്ടിയിട്ടില്ല? ആദിലിന് കിട്ടിയ? അതിലെ കിട്ടി. എവിടെ? വോളിൽ ഫോം ചെയ്യുന്നില്ലേ? ഓക്കെ. അച്ചുനോ? അച്ചു പറഞ്ഞു. ഇനി ആർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ. വേറെ ആർക്കാ? ഫാത്തിമ ബീവിക്ക് കിട്ടിയിട്ടില്ല? ഫാത്തിമ ബീയുടെ വീഡിയോ ഓഫ് ആണല്ലോ. ഫാത്തിമ ബീവി വീഡിയോ ഓഫ് ആണ്. ഫാത്തിമ ബീവി PM. തഫ്സിയ കിട്ടി. ഓക്കെ. കിട്ടിയോ? എല്ലാരും കിട്ടിയല്ലോ? അന്നൊരാള് പറഞ്ഞേ ഫാത്തിമ ഫൈറൂസ് എന്ന് പറഞ്ഞേ. ഫാത്തിമ ഫൈറൂസ് അറ്റ് എഫിൽ കിട്ടിയ ഇമേജിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. ഫാത്തിമ ഫൈറൂസ് കേൾക്കുന്നുണ്ടോ? ഫാത്തിമേനെ ഞാൻ റിമൂവ് ചെയ്യുക കേട്ടോ. ഓക്കെ. അഫ്രാലി കേൾക്കുന്നുണ്ടോ? അഫ്ര വീഡിയോ എന്ത് ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? ഇവിടെ വെച്ച വീഡിയോ ക്യാമറ വെക്കാൻ പറ്റൂല. ഓക്കെ. നിങ്ങൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് അല്ല ഇമേജ് അവിടെ എന്തെങ്കിലും ഒരു ഇമേജ് വന്നാൽ നിങ്ങൾ അതിനെ ഷാർപ്പാക്കാൻ വേണ്ടി അതിന്റെ പുറകെ ദൂരങ്ങൾ സഞ്ചരിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. നിങ്ങൾ ആ ഇമേജ് അവിടെ എന്തെങ്കിലും ഒരു ബ്ലർ ആയിട്ടാണെങ്കിലും മതി. കാരണം ഇത് ഫോം ചെയ്യുന്നത് ദൂരെയാണ് നമ്മൾ പറയുന്നത്. ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത് എഴുതിക്കോ. അറ്റ് F1 ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇൻഫിനിറ്റി ആണ്. റിയൽ, ഇൻവേർട്ടഡ്, ഹൈലി എൻലാർജ് വളരെ വലുത്. ഹൈലി എൻലാർജ്. ഓക്കെ. ഹൈലി എൻലാർജ്. അടുത്താണ് F1ന്റെയും ഓയുടെയും ഇടയ്ക്ക് വെക്കുക കേട്ടോ. ഒബ്ജക്റ്റ് F1 ബിറ്റ്വീൻ F1 ആൻഡ് O. ഒപ്റ്റിക് സെന്ററിന്റെയും അതുപോലെ F1ന്റെയും ഇടയ്ക്ക് വെക്കുക.
ഒപ്റ്റിക് സെന്റർ എന്ന് വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അതിന്റെയും F1ന്റെയും, അതായത് നിങ്ങളുടെ ലെൻസ് ഇരിക്കുന്ന ലൈൻ, ലെൻസ് ഇരിക്കുന്നതിന്റെയും F1 മാർക്ക് ചെയ്തതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം. ബോർഡ് കാണുന്നില്ല. ആ ഓക്കെ ഓക്കെ, ഇടയ്ക്ക് കട്ടായി പോകുന്നതാണ്. നോക്കോ, നിങ്ങൾ അപ്പത്തേക്ക് നോക്കോ. F1ന്റെയും ഓയുടെയും ഇടയ്ക്ക് വെച്ചിട്ട് സ്ക്രീനിൽ കിട്ടുന്നില്ലേ നോക്കുക കേട്ടോ. F1ന്റെയും ഓയുടെയും ഇടയ്ക്ക് വെക്കുക, എന്നിട്ട് സ്ക്രീനിൽ കിട്ടുന്നില്ലേ നോക്കുക. സ്ക്രീൻ മുന്നോട്ടും പുറകോട്ടൊക്കെ നീക്കി നോക്കുക കേട്ടോ. ഇമേജ് കിട്ടിയവരെ അൺറൈസ് ചെയ്ത് വെച്ചോ. ഇമേജ് കിട്ടിയവര് ഒന്ന് പറഞ്ഞോ. ഫാത്തിമ ബീവിക്ക് എവിടെ കിട്ടിയേ? കിട്ടിയില്ല. ഹാരിസിന് കിട്ടിയ? ഹാരിസേ ഇല്ല സാർ. കിട്ടിയവരൊന്ന് പറഞ്ഞു. ആർക്കെങ്കിലും കിട്ടിയോ? സ്ക്രീൻ ഇമേജ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? സ്ക്രീനിൽ ഇമേജ് കിട്ടിയ ആരെങ്കിലും? അപ്പൊ ആ ഇമേജ് എവിടെ പോയി? അനിറ്റ, ആ ഇമേജ് എവിടെ പോയി? Between F and C, F1, F2 and C2. Between F2 and C ആണോ F2 and O ആണോ? F2 and C2. F2 and O കിട്ടി സാർ. F2 and O കിട്ടിയത് ഒരു വട്ടമല്ല, ഒരു സർക്കിൾ. അതല്ല, ഞാൻ ചോദിച്ച ഇമേജ് കാൻഡിന്റെ ഫ്ലെയിം ഈ കാൻഡിന്റെ ഫ്ലെയിമിന്റെ ഇമേജ് നിങ്ങൾക്ക് അവിടെ കിട്ടിയോ? കിട്ടിയോ? ആമിന വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും കത്തിക്കും. ആമിന പറഞ്ഞോ, കിട്ടുന്നുണ്ടോ ആമിന? അഷ്റഫ് ഇല്ല, കിട്ടുന്നില്ല. കിട്ടൂല കേട്ടോ. അതിനൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ കേട്ടോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ ഇമേജ്? ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്തിട്ട് വേണം ലെഫ്റ്റ് ആവണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ, ഇത് സംഭവം ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മൾ എവിടെയാ നോക്കണ്ട? അപ്പൊ നമുക്ക് റിയൽ ഇമേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയാ നോക്കുക? നമ്മൾ ആരെ അന്വേഷിച്ച് പോകും? ഫാത്തിമ ചെയ്യാൻ റിയൽ ഇമേജ് കിട്ടാത്തപ്പോ നമ്മൾ വേറെ ആളെ അന്വേഷിച്ച് പോകും. മിററിന്റെ ബാക്കില്. മിറൊന്നും എടുക്കൊന്നും വേണ്ട. ഇപ്പൊ ലെൻസ് അല്ലെ? ലെൻസിന്റെ ബാക്ക് ഫ്രണ്ട് ഒന്നും നമ്മൾ പറയില്ല. കാരണം ഏത് ബാക്ക്? ഇതിന്റെ ബാക്ക് ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ലെൻസ് എടുത്ത് കാണിച്ചു തന്നാ. ലെൻസിന്റെ റൈറ്റിലാ ലെഫ്റ്റിലാ? വെർച്വൽ ഇമേജ് ആയിരിക്കും ഫോൺ ചെയ്യുന്നത്.
ആ വിർച്വൽ ഇമേജ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന നേരെ നോക്കി, എന്നിട്ട് ആ ലെൻസിൽ കൂടെ നോക്കി ആ ഒബ്ജക്റ്റ് കേട്ടോ. അല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക. ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക. എന്നിട്ട് ആ ഒബ്ജക്റ്റ് എങ്ങനെയാണ് കാണുന്നത് നോക്കുക. ഓക്കെ, കണ്ട അൽഷിഫ് നോക്കി, അൽഷിഫ നോക്ക്. മിററിൽ നോക്കിയോലെ നോക്കരുത് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ നോക്കണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരൊക്കെയോ മിററിൽ നോക്കിയ പോലെ നോക്കുന്നുണ്ട്. ആരൊക്കെ ആമിനാഷർഫ് ഒക്കെ മിററിൽ നോക്കിയ പോലെ നോക്കുന്നു. അങ്ങനെയല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം നോക്കാനായിട്ട് കേട്ടോ. ലെൻസ് വെച്ചിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ആ പറഞ്ഞോ. ഇതാ നിങ്ങൾക്കൊരു കേട്ടോ. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ലീവ് ചെയ്യരുത്, ക്ലാസ്സിൽ ഉണ്ടാവണം. കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്തിട്ടാണ് ലീവ് ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ നേരെ ലെഫ്റ്റ് ആയി പോകാണ്ട് അതില് ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് വേണം ലെഫ്റ്റ് ആവണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? അപ്പൊ ആ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കോ കേട്ടോ. ആ ഇമേജിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഭീമ? ഭീമ നവാസ് പറഞ്ഞോ, ആ ഇമേജിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? വെർച്വല്, ഇറക്റ്റ്, എൻലാർജഡ് ആണല്ലേ? നോക്കി പിള്ളേരെ, എൻലാർജഡ് അല്ലേ? നോക്കണം, ഇത് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. പിന്നെ കൺഫ്യൂഷൻ വരരുത്. ഇത് എൻലാർജഡ് അല്ലേ? വലുതല്ലേ? നോക്കിയ ഒബ്ജക്റ്റിന്റെ സൈസിലും വലിയ ഇമേജ് ആണ്. അപ്പൊ മനസ്സിലായി, കോൺവെക്സ് ലെൻസ് എൻലാർജഡ് ഇമേജ് ഫോം ചെയ്യുന്ന എവിടാ? എഫിന്റെയും പിയുടെയും ഇടയിൽ വെക്കും. എഫിന്റെയും ഓയുടെയും സെൻട്രലല്ല ഇടയിൽ വെക്കുമ്പോഴാണ്, ബിറ്റ്വീൻ F1 and O. അപ്പൊ അതും കൂടെ എഴുതിക്കോ. ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ആണ് അല്ലെ? ഇമേജ് ഫോം ചെയ്യുന്ന ഇനി ഇമേജ് എവിടെ ഫോം ചെയ്യുന്നതെന്ന് എഴുതാൻ, സെയിം സൈഡ് ഓഫ് ലെൻസ് ആസ് ദി ഒബ്ജക്ട് കേട്ടോ. സെയിം സൈഡ് ഓഫ് ലെൻസ് ആസ് ദി ഒബ്ജക്ട്, അതായത് ഒബ്ജക്ട് എവിടെയാണോ ഇരിക്കുന്നത് അതേ സൈഡില് ആസ് ദി ഒബ്ജക്ട്. ഇമേജിന്റെ പ്രത്യേകത വിർച്വൽ ആണ്. പറഞ്ഞോ സർ. നമ്മൾ പക്ഷെ ഒബ്ജക്റ്റിന്റെ സൈഡിൽ നിന്നല്ല നമ്മൾ വ്യൂ ചെയ്തത്. നമ്മളെ ഇമേജ് എവിടെയാ നമുക്ക് കാണുന്നത്? ഇമേജ് എവിടെയാ? ഒബ്ജക്റ്റ് ഇരിക്കുന്ന സൈഡിലാണോ അതോ ലെൻസിന്റെ ഫ്രണ്ടിലാണോ ഇമേജ് കണ്ടേ? നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിയപ്പോ ഇവിടെയാണോ കണ്ടേ? ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണോ ലെൻസിന്റെ റൈറ്റ് സൈഡിലാണോ കണ്ടേ? റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിലോ? അതായത് നമ്മുടെ കണ്ണിന്റെ മുന്നിലോ? അല്ല, ഇപ്പുറത്തെ. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ അതേ സൈഡ്, കാരണം ലെൻസിലൂടെ അല്ലേ നമ്മൾ നോക്കി. അപ്പൊ അപ്പുറ സൈഡിലല്ലേ? ഓക്കെ, വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. അപ്പോ ഇത് എപ്പോഴാണ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ്? കോൺവെക്സ് ലെൻസ് എപ്പോഴും മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യോ? ഇല്ല അല്ലെ? അതെന്ത് ചെയ്യണം അച്ചു? അതെന്ത് ചെയ്യണം? മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ കോൺവെക്സ് ലെൻസ് എവിടെ വെക്കണം? F1 and O ചേർത്ത് പിടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുള്ളൂ. കണ്ടോ? നിങ്ങൾ ദൂരെ പിടിച്ചു നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നോക്കിയേ, നിങ്ങൾ ആ ലെൻസ് എടുത്തോ, ദൂരെ പിടിച്ചിട്ട് നോക്കിയേ. അത് അടുത്തേക്ക് വരുമ്പോഴാണ് അത് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ഫോം. കാരണം ദൂരെ പിടിക്കുമ്പോൾ കാണാത്തതിന്റെ കാരണം അപ്പൊ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ അല്ല, റിയൽ ഇമേജ് ആണ്. നോക്കിക്കോ. ഓക്കെ, അത് അടുത്ത് പിടിക്കുമ്പോഴാണ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നത്. കണ്ടോ? അതിലിനെയൊക്കെ നല്ല മാഗ്നിഫൈഡ് ആയിട്ട് കാണാം. ഓക്കെ, കണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? കോൺവെക്സ് ലെൻസ് ഈ കേസ് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ നോക്കി, ശരിക്കും ഒന്ന് നോക്കി. ഇത് എവിടെ? അറ്റ് ഇൻഫിനിറ്റി ഫോക്കസ്, അറ്റ് ഫോക്കസ് ഇൻഫിനിറ്റി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി, ബിയോണ്ട് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ, ബിഹൈൻഡ് ദ മിറർ അല്ല, ഇവിടെ സെയിം സൈഡ്. എവിടെയാ കണ്ടിട്ടില്ലേ? എവിടെ? ആർക്ക് പറയാം? കോൺകേവ് മിറർ. ഓക്കെ, കോൺകേവ് മിറർ. അപ്പൊ നിങ്ങൾ അവിടെ എഴുതി വെച്ചോ, കേസസ് ആർ സിമിലർ ടു ദി കോൺകേവ് മിറർ കേട്ടോ. കേസസ് സിമിലർ ടു ദാറ്റ് ഓഫ് കോൺകേവ് മിറർ. അപ്പൊ കോൺകേവ് മിററിന്റെ കൂട്ടുകാരനാണ് കോൺവെക്സ് ലെൻസ് കേട്ടോ. ഇത് രണ്ട് മാറിയാണ്, അത് ഓർത്തിരിക്കുക. അപ്പൊ അതാ പറഞ്ഞ, മിറർ പഠിക്കുന്നവർക്ക് ഇത് സിമ്പിളാ. മിററിന്റെ അതേ കേസ് തന്നെ എവിടെയും വരുന്നത്. കോൺകേവ് മിററിന്റെ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരിക. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും മാറിപ്പോരുത് കേട്ടോ. കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്. ഇനി ഇതേ കേസ് നമ്മൾ ഏതിൽ ചെയ്യുവാണ്? കോൺകേവിൽ ചെയ്തു നോക്കുവാണ്. കോൺകേവ് ലെൻസിൽ കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും അതേപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ തൽക്കാലം ബോക്സ് വരയ്ക്കണം, നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ഇൻഫിനിറ്റിയിൽ വെക്കുക. ഇൻഫിനിറ്റിയിൽ വെക്കേണ്ട കാര്യമില്ല. ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോ എവിടെയാ കിട്ടിയേ?
കോൺകേവ് ലെൻസ് നിങ്ങൾ അത് പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി ടേബിൾ ആയിട്ട്. ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ. ഓക്കെ, ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോ ഇമേജ് എവിടെ കിട്ടിയേ? നമ്മൾ ഇന്നലെ ചെയ്ത, ആർക്ക് പറയാം? റുക്സാന പറ. ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോ ഒബ്ജക്ട് ഇമേജ് എവിടെയാ കിട്ടിയേ? നമ്മൾ ഇന്നലെ ചെയ്തിരുന്നല്ലോ. സംശയം നോക്കിക്കോ. ആ, ലെൻസിന്റെ സെയിം സൈഡിലല്ലേ ഫോക്കസ് പറയാം അല്ലെ? അറ്റ് എഫ് അല്ലെങ്കിൽ സെയിം സൈഡ് ആസ് ദി ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ ബ്രാക്കറ്റില് F1 എന്ന് എഴുതിക്കോ. F1 ഫോക്കസിൽ. സർ സ്ക്രീനിൽ കോൺവെക്സിന്റെ അത് മാറിയിട്ടില്ല അല്ലെ? ഇത് ചെറിയൊരു നെറ്റിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. നിൽക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? അപ്പൊ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഇന്നലെ ചെയ്തോണ്ടാട്ടോ എന്ന് ചെയ്യാത്ത. വേണമെങ്കിൽ നോക്കാം, നിങ്ങൾ ആ ലെൻസിൽ അത് നിങ്ങൾ കൈപ്പിടിച്ച് നോക്കിയാലും മതി. ലെൻസ് എടുത്ത് നോക്കി ദൂരേക്കുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പൊ ഹൈലി ഡിമിനിഷ്ഡ് ആണ്, ഫോക്കസിലാണ്. പിന്നെ എന്താ പറഞ്ഞ? ഫോക്കസിൽ ഹൈലി ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. വിർച്വൽ അല്ലേ, നേരെയല്ലേ കാണുന്നത്? നോക്കി, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, അവരെ എഴുതി വെച്ചു, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. കോൺവെക്സ് ലെൻസ് അല്ല കേട്ടോ, കോൺകേവിലാണ് എഴുതണ്ടേ. കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി എവിടെ വെച്ചാലും, അതായത് ദൂരെ അല്ലാണ്ട് ഈ ഇൻഫിനിറ്റിയുടെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്ക്, അതായത് ലെൻസിന്റെ ഫ്രണ്ടില്, ശരിക്കും പറഞ്ഞാൽ ലെൻസിന്റെ ഫ്രണ്ടിൽ എവിടെ വെച്ചാലും. ഓക്കെ, അപ്പൊ എഴുതുക ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. രണ്ടാമത്തെ കേസായിട്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ ഓ. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഓ. നിങ്ങൾ ക്യാൻഡിൽ വെച്ച് നോക്കിക്കോ. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഓ എവിടെ വേണേ വെച്ചോ, ഫ്രണ്ടിൽ. മാറ്റി വെച്ചാൽ കിട്ടൂല, അത് റിഫ്രാക്ഷൻ നടക്കണ്ടേ. ഓക്കെ, അപ്പൊ ആ ലെൻസിന്റെ ഫ്രണ്ടിൽ എവിടെ വേണേലും വെച്ച് നോക്കിക്കോ. എന്നിട്ട് സ്ക്രീനിൽ കിട്ടുമോ നോക്കുക. സ്ക്രീനിൽ കിട്ടുന്നില്ലെങ്കിൽ ലെൻസിൽ നോക്കാം. ഓക്കെ, ആർക്കൊക്കെ സ്ക്രീനിൽ കിട്ടിയോ? ആർക്കെങ്കിലും സ്ക്രീനിൽ കിട്ടിയോ? തഫ്സീക്ക് കിട്ടിയോ? സ്ക്രീനിൽ കിട്ടിയോ? ഇല്ല. കോൺകേവ് ലെൻസ് വെച്ചിട്ട് സ്ക്രീനിൽ കിട്ടുന്നില്ല. സ്ക്രീനിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്തോ, ലെൻസിനകത്തോട് നോക്കുക. നമുക്ക് വിർച്വൽ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യം റിയൽ ഇമേജ് കിട്ടണ്ടോ നോക്കുക. റിയൽ ഇമേജ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വിർച്വൽ ഇമേജ് നോക്കുക. ഇവിടെ നോക്കോ. കോൺകേവ് ലെൻസിൽ 2 കേസാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, എഴുതാനുള്ളതൊക്കെ നിങ്ങൾ പിന്നെ എഴുതിക്കോട്ടോ. അറ്റ് ഇൻഫിനിറ്റി, മുകളിൽ ഒബ്ജക്റ്റ് ഇമേജ് എന്നൊക്കെ എഴുതണം. അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെക്കുന്നു. സെക്കൻഡ് കേസിൽ ഇൻഫിനിറ്റിക്കും ലെൻസിനും ഇടയ്ക്ക്, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഇൻഫിനിറ്റിക്കും ലെൻസിനും ഇടയിൽ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഓ എന്നിട്ടോ, ഒപ്റ്റിക് സെന്റർ ബ്രാക്കറ്റില് ഓ. ഫസ്റ്റ് കേസിൽ കിട്ടിയ ഇമേജ് അറ്റ് എഫ്.
ഓക്കെ, അറ്റ് എഫ് അല്ലെങ്കിൽ സെയിം സൈഡ് ഓഫ് ലെൻസും കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയാണ്. അറ്റ് എഫ് സെയിം സൈഡ് ആസ് ദി ഒബ്ജക്ട്, സെയിം സൈഡ് ആസ് ദി ഒബ്ജക്ട്. ഓക്കെ, ഇമേജിന്റെ പ്രത്യേകത വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ്. വിർച്വൽ, erect and highly diminished. വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് ചെയ്തവരാരൊക്കെയാ? ഒന്ന് കൈവക്കിക്കേ. രണ്ടാമത്തെ കേസ്, അതായത് ക്യാൻഡില് ലെൻസിന് അടുത്ത് കൊടുന്ന് വെച്ചോ. ഒന്നും മാർക്ക് ചെയ്യൊന്നും വേണ്ട, ലെൻസിന് അടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് സ്ക്രീനിൽ കിട്ടുന്നുണ്ടോന്ന് കേട്ടോ. ലെൻസിന് അടുത്ത് എവിടെയെങ്കിലും വെച്ചോ, എന്നിട്ട് നോക്കിക്കോ. അൽഹയ്ക്ക് കിട്ടിയ? അൽഹ സാർ നോക്കട്ടെ. സാറക്ക് കിട്ടിയ? സാറൊന്ന് പറഞ്ഞ, സാറക്ക് എവിടെ കിട്ടിയേ? സ്ക്രീനിൽ കിട്ടിയില്ല. സ്ക്രീനിൽ കിട്ടിയില്ല. ഓക്കെ, സ്ക്രീനിൽ കിട്ടരുത് കേട്ടോ, സ്ക്രീനിൽ കിട്ടരുത്. ഓക്കെ, നമുക്ക് ലെൻസിനകത്തൂടി നോക്കാം. ലെൻസിനകത്തൂടി ആ ക്യാൻഡിലിനെ എങ്ങനെയാ കാണുന്നത് നോക്കി. അതായത് ഇങ്ങനെ നോക്കണം കേട്ടോ. അത് ഇങ്ങനെയാണ് ലെൻസിനകത്തൂടി നോക്കാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ലെൻസിനകത്തൂടി ക്യാൻഡിലിനെ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ലെൻസിനകത്തൂടി ഹാരിസ് നിസാറിനെ നോക്കുക. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയാണ് കാണുന്നത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് കാണുന്നത്? ആർക്ക് പറയാം? പറഞ്ഞോ, ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞു. ലെൻസിനകത്തൂടി നിങ്ങൾ നോക്കിയാലും മതി, മറ്റുള്ളവരെ നോക്കിയാലും മതി കേട്ടോ. ഇപ്പൊ ക്യാൻഡിലെ കത്തിച്ച് ഒത്തിരി സമയം കളയണ്ട. എങ്ങനെയാ കാണുന്നേ? പറഞ്ഞോ. ഡിമിനിഷ്ഡ് ആണ് അല്ലെ? ഓക്കെ, നമുക്ക് ഇപ്പൊ എവിടെയാന്ന് കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റില്ല. പൊസിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഇപ്പൊ തൽക്കാലം സെയിം സൈഡ് ആസ് ദി ഒബ്ജക്ട് എന്ന് എഴുതിയാൽ മതി. പൊസിഷൻ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് എക്സാക്ട് പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് റേ ഡയഗ്രാം വേണം, അല്ലാണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, എവിടെയാ? കാരണം വിർച്വൽ ആണല്ലോ. ഇനി ഇതിന്റെ പ്രത്യേകത പറയാ. വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഓക്കെ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള മിറർ ഏതാ? ഇതിനോട് സിമിലർ ആയിട്ടുള്ള മിറർ ആർക്ക് പറയാം? കോൺവെക്സ് മിറർ അല്ലെ? എപ്പോഴും ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന മിറർ ആണ് കോൺവെക്സ് മിറർ. അപ്പൊ കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ആണ് കണക്ഷൻ. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ആണ് കണക്ഷൻ കേട്ടോ. ഓക്കെ, കേസസ് ഒക്കെ സെയിം ആണ്. നമ്മൾ മിററിൽ ഏതൊക്കെ കേസാണ് പഠിച്ചത് അതേ കേസുകളൊക്കെ തന്നെ. പിന്നെ ലെൻസ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. കാരണം ലെൻസിലെ റിയൽ ഇമേജ് റൈറ്റ് സൈഡിലാണ് വരുന്നത്, മിററിലെ റിയൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ബാക്കി ആ കേസുകളൊക്കെ കറക്റ്റ് അത് തന്നെയായിരിക്കും. സൈസും അതുപോലെ തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ആദ്യം കുഞ്ഞി ഇമേജ് ആയിരുന്നു അല്ലെ? പിന്നെ ബിയോണ്ട് സി വെച്ചപ്പോ അല്പം കൂടി വലുത്, സിയിൽ വെച്ചപ്പോ സെയിം സൈസ്. മുന്നിലേക്ക് ഇമേജ് സിയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോ എന്തായി? അല്ല, ഒബ്ജക്ട് സിയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഇമേജും വലുതായി. ഒബ്ജക്ട് സിന് എഫിൽ വെച്ചപ്പോ ഇമേജ് വളരെ വലുതായി. ഒബ്ജക്ട് എഫിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്ക് വെച്ചപ്പോ അത് വിർച്വൽ ആയിട്ട് മാറി, വിർച്വൽ ഇമേജ് ആയിട്ട് മാറി. സൈസ് ഇതാണെങ്കിൽ കോൺകേവിലാണെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും, കോൺവെക്സിലാണെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിൽ എൻലാർജ്ഡ്, കോൺകേവ് ലെൻസിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണോ? ഇനി ആക്ടിവിറ്റി ചെയ്തതില് ഇനി ഇത് എന്താ റെസ്പോൺസ് അത് കൊടുക്കണം. പിന്നെ ആക്ടിവിറ്റി അത് ചെയ്തോ. ആക്ടിവിറ്റി ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിന്നിട്ട് വേണം പോകാനായിട്ട്, വെറുതെ ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ. ഇതുവരെ എന്തെങ്കിലും കിട്ടാത്ത കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ. നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഫോം ഫില്ല് ചെയ്തിട്ട് ലെഫ്റ്റ് ആവണേ.
അൽഷിഫയ്ക്ക് ഡൗട്ട് ആണോ?